ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചത്. പാടലീപുത്രയുടെ മണ്ണ് ഒരിക്കൽ കൂടി തങ്ങളെ പുൽകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചു. 90 വരെ, അതായത് 1990 വരെ കോൺഗ്രസിനെ മാത്രം ജയിപ്പിച്ച ബീഹാറിന്റെ മണ്ണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അടക്കമുള്ള കോൺഗ്രസിന്റെ സർവ്വ പ്രമുഖരും തോറ്റമ്പിയ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള പാതയൊരുക്കിയ ബൽച്ചി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ബീഹാറിന്റെ മണ്ണ്. ഇത്തവണ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും കൈകോർത്തപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിച്ചത് പ്രൗഢോജ്വലമായ ഒരു വിജയമായിരുന്നു. എന്നാൽ അവിടെ കോൺഗ്രസ് നേരിട്ടത് NDAയെ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി നേരിടേണ്ടി വന്ന ഹതഭാഗ്യരാണ് ബീഹാറിൽ കോൺഗ്രസും RJDയും. ഒരു ഭാഗത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, മറുഭാഗത്ത് വർഗീയ വിഷം തുപ്പുന്ന, പച്ചവെള്ളത്തിന് തീപിടിക്കുന്ന, വർഗീയത പറഞ്ഞ് മാത്രം വോട്ട് പിടിച്ച NDA സഖ്യം. ഈ രണ്ടുപേരെയും ഒരുമിച്ച് കോൺഗ്രസും RJDയും നേരിട്ടപ്പോൾ പരാജയത്തിന്റെ കയ്പുനീർ കുടിക്കാനാണ് കോൺഗ്രസിനും RJDക്കും ഇത്തവണ വിധിയുണ്ടായത്. എന്തായിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ഭാഗത്ത് SIR നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 65 ലക്ഷത്തിൽ പരം വോട്ടുകളാണ് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത്. പിന്നോക്ക ന്യൂനപക്ഷ ദളിത് സമുദായത്തിൽ അംഗങ്ങളുടെ വോട്ടുകൾ വ്യാപകമായി വെട്ടിമാറ്റി. കോൺഗ്രസ് പ്രസ്ഥാനത്തെ എന്നും ഹൃദയത്തോട് ചേർത്ത് താലോലിച്ച, കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്ത ഒരു വലിയ വിഭാഗം വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായി. മറ്റൊരു ഭാഗത്ത് അധികാരത്തിന്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സർക്കാർ നിക്ഷേപിച്ചപ്പോൾ അത് നിർത്തിവെപ്പിക്കാൻ പറയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ NDAയുടെ B ടീമായി പ്രവർത്തിച്ചു. മാത്രമല്ല, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രസംഗം നടത്തി. ബീഹാറിൽ രാഷ്ട്രീയം പറയാതെ സീതാദേവി ഉയർത്തി കാണിച്ച നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രസംഗം നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ വർഗീയത മാത്രം പുലമ്പിക്കൊണ്ട് അവിടെ അധികാരം നിലനിർത്താനാണ് NDA ശ്രമിച്ചത്. അതിൽ അവർ വിജയിച്ചു. ബീഹാറിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നം അവിടെ ചർച്ച ചെയ്യില്ല. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നം ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് മുഖത്ത് ചർച്ചയായില്ല. അവിടെ ചർച്ചയായത് ജാതിയായിരുന്നു, അവിടെ ചർച്ചയായത് മതമായിരുന്നു. നിതീഷ് കുമാറിന്റെ BJPയുടെ ജനതാദൾ യുണൈറ്റഡിന്റെ കാടൻ ഭരണത്തെക്കുറിച്ച് അവിടെ ചർച്ചയായില്ല. യുവാക്കളുടെ തൊഴിലില്ലായ്മയെ കുറിച്ച് അവിടെ ചർച്ചയായില്ല. RJDയും കോൺഗ്രസും ഒരേ സമയം ഇതെല്ലാം ചർച്ചയാക്കാൻ ശ്രമം നടത്തിയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച കോൺഗ്രസിന്റെ അനുകൂലമായ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയാണ് ഇത്തവണ ബീഹാറിൽ അധികാരം പിടിച്ചിരിക്കുന്നത്. ബീഹാറിൽ അധികാരം നിലനിർത്താൻ എന്ത് നെറുകേടും NDA ചെയ്യുമെന്ന് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി NDA നടത്തിയ പ്രകടനത്തിന്റെ അടിസ്ഥാനമാണ് ബീഹാറിൽ ഉണ്ടായിരിക്കുന്ന ഈ വിജയം. ഇത് യഥാർത്ഥ ജനവിധിയല്ലെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ അടക്കം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കളിപ്പാവയായി അധപ്പതിച്ചെന്ന് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പറയുന്നു. ഇത് യഥാർത്ഥ ജനവിധിയല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂട്ടുപിടിച്ച് നേടിയ വിധിയാണെന്ന് മണികൺ ടാഗോർ MP കോൺഗ്രസ് നേതാവ് പറയുന്നു. ഒരു പടി കൂടി കടന്ന BJPക്ക് വേണ്ടി കുഴലൂതുന്ന പണിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത്. SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചതെന്ന് കോൺഗ്രസ് വക്താവ് ഭവൻ ഖേര പറയുന്നു. രമേശ് ചെന്നിത്തല പറയുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം, ഇത് യഥാർത്ഥ ജനവിധിയല്ല, ജനവിധി അട്ടിമറിക്കപ്പെട്ടു എന്ന്. ഇത്തരത്തിൽ വ്യാപകമായി ബീഹാറിലെ ജനവിധിയെക്കുറിച്ച് പരാതി വരുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ BJPക്കൊപ്പം കൂടിച്ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തിന്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രാജ്യത്ത് കൂട്ടുനിന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം എത്രത്തോളം അധപ്പതിച്ചു എന്നതിന്റെ നേർസാക്ഷ്യമായി അത് മാറുകയാണ്. എന്തായാലും പാടലീപുത്രയുടെ മണ്ണിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കോൺഗ്രസിനും RJDക്കും കഴിഞ്ഞിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കേന്ദ്ര അധികാരത്തിന്റെയും സംസ്ഥാന അധികാരത്തിന്റെയും ഹുങ്കിൽ അധികാരത്തിന്റെ എല്ലാ സീമകളും ഉപയോഗിച്ച്, അധികാരത്തിന്റെ എല്ലാ സുഖ ശീതളിമകളും അനുഭവിച്ചുകൊണ്ട് ബീഹാറിൽ നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് നാടകത്തിനുള്ള തിരിച്ചടി ജനാധിപത്യത്തിലൂടെ തന്നെ നൽകുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തങ്ങൾ നിരാശരായി ഇരിക്കില്ല. രാജ്യത്തെ ജനാധിപത്യം വീണ്ടെടുക്കാൻ, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ, രാജ്യത്തെ ഒരു പൗരന്റെ മൗലിക അവകാശമായ വോട്ട്, ആ വോട്ടെന്ന ഒരു പൗരന്റെ അവകാശം കവർന്നെടുക്കാതിരിക്കാൻ തങ്ങൾ ഇനിയും പോരാടുമെന്ന് രാഹുൽ ഗാന്ധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത
വിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും ബീഹാർ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാഠമാണ്. പാടലീപുത്രയുടെ മണ്ണിൽ ഇന്നല്ലെങ്കിൽ നാളെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വിഷയങ്ങൾ ശരിയാണ്, അത് സത്യമാണ്, അത് കളവല്ലെന്ന് ബീഹാറിലെ ജനങ്ങൾ തിരിച്ചറിയും. എന്തായാലും ബീഹാറിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിന് കൃത്യമായി ഉത്തരം പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്.